ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്യൂബിക് അക്കാദമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആൻഷ്യന്റ് ഇന്ത്യയിലെ SSCയുടെ ഹിസ്റ്ററി പോർഷൻസിലെ ആൻഷ്യന്റ് ഇന്ത്യയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ബോർഡിലേക്ക് നോക്കൂ. ആൻഷ്യന്റ് ഇന്ത്യയുടെ ഹാരപ്പൻ ആൻഡ് ഇൻഡസ് സിവിലൈസേഷൻ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ നമ്മൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ലൂസന്റ് എന്ന് പറഞ്ഞ GK ബുക്കിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ, ലൂസന്റിന്റെ GK. അപ്പോൾ അതിൽ നിന്നും കുറച്ച് പോർഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഹാരപ്പ എന്നും അല്ലെങ്കിൽ ഇൻഡസ് സിവിലൈസേഷൻ എന്നൊക്കെ നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് 6th സ്റ്റാൻഡേർഡ് തൊട്ട് നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് ഹാരപ്പ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്നല്ലേ. അപ്പോൾ നാഗരികത അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ് ഒരു സിവിലൈസേഷൻ, എന്താണ് സിവിലൈസേഷൻ എന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ സിവിലൈസേഷൻ എന്താണ്? ഒരു സമൂഹത്തിന്റെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വികസിത രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തില് അല്ലെങ്കിൽ ലോക ചരിത്രത്തില് കുറേ സിവിലൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ കുറേ നാഗരികതകൾ ഉണ്ട്. അതിലൊന്നാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. നിങ്ങൾ മമ്മീനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മളെ പിരമിഡുകൾ ഉണ്ട്. ഇനി അതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇനി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ട്, സുമേറിയൻ സിവിലൈസേഷൻസ് ഉണ്ട്, ചൈനീസ് സിവിലൈസേഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും എന്തുണ്ട്? പലതരത്തിലുള്ള നാഗരിക സംസ്കാരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ചരിത്രത്തിലൊരു സംഭവമാണ് അല്ലെങ്കിൽ സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇനി ഈ കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇനി ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്നാണ് ഹാരപ്പ സിവിലൈസേഷൻ എന്ത് ചെയ്യണ ഉടലെടുത്തത് അല്ലെങ്കിൽ ഉത്ഭവിച്ചത് എന്ന് നോക്കാം. BC 2500 1750 കാലഘട്ടത്താണ് എന്ത് വരുന്നത്? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഇന്ത്യയിൽ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ എന്താ ഉത്ഭവിക്കുന്നത് എന്നൊക്കെ പറയാം. എന്നാൽ ഹാരപ്പൻ സിവിലൈസേഷന്റെ ആദ്യത്തെ പേരാണ് അല്ലെങ്കിൽ ഓൾഡ് അല്ലെങ്കിൽ അത്രയും പഴയൊരു പേരാണ് എന്ത്? ഇൻഡസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം. എന്തുകൊണ്ടാണ് ഇതിനെ പലതരത്തിലുള്ള പേരുകൾ വിളിക്കുന്നത് അല്ലെ? നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണോ? എന്നാൽ എന്താണ് ഇൻഡസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിന്ധു നദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിന്ധു നദിയുടെ തീരത്താണ് എന്ത് പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ എന്ത് ഉത്ഭവിച്ചത്? ഈ ഒരു ഹാരപ്പ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു സംസ്കാരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് പറയാം അല്ലെങ്കിൽ ഉത്ഭവിച്ചത് എന്ന് പറയാം. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഹാരപ്പൻ സിവിലൈസേഷനെ അല്ലെങ്കിൽ ഇതിനെ എന്തുകൊണ്ടാണ് ഇനി ഹാരപ്പ സിവിലൈസേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഹാരപ്പയാണ് ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ് സിവിലൈസേഷന്റെ അല്ലെങ്കിൽ ഹാരപ്പ സംസ്കാരത്തിന്റെ ആദ്യത്തെ ജനവാസ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച സൈറ്റാണ് എന്ത്? ഹാരപ്പ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഹാരപ്പയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഈ ഒരു അധിവാസ സംസ്കാരത്തെ കണ്ടുപിടിച്ച സ്ഥലത്തെയാണ് എന്ത്? ഹാരപ്പ. അതുകൊണ്ട് പിന്നീട് അത് എന്തായിട്ട് മാറി? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നായിട്ട് മാറുകയാണ് ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി മറ്റൊരു പേരും കൂടി എന്തിനുണ്ട്? ഈ ഹാരപ്പ സിവിലൈസേഷൻ ഉണ്ട്. അതാണ് ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ. ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സരസ്വതി റിവറിന്റെ ബാങ്ക്സുകളിൽ അല്ലെങ്കിൽ സരസ്വതി റിവറിന്റെ ഭാഗങ്ങളിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ പലതരത്തിലുള്ള എവിഡൻസുകൾ ആർക്കിയോളജിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേര് വിളിക്കുന്നത് എന്താണ്? ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ചിലതൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അല്ലെ? പക്ഷെ എങ്ങനെയാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ ആരാണ് ഇതിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കണ്ടെത്തിയതെന്ന് നോക്കാം. ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആദ്യമായിട്ട് ഈ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ ഒരു ജനവാസ കേന്ദ്രങ്ങളെ എന്ത് വിളിച്ചത്? ഇൻഡസ് സിവിലൈസേഷൻ എന്ന് 1922 വിളിച്ചതും അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്ത് എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ നിർമ്മാണത്തിനൊക്കെ അല്ലെങ്കിൽ റെയിൽവേക്കൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് റെയിൽവേ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സൈറ്റ് നോക്കുമ്പോഴാണ് അവിടെ എന്ത് കാണുന്നത്? ചുട്ട ഇഷ്ടികകൾ കാണുന്നത്. അങ്ങനെ
ഒരു ചുട്ട ഇഷ്ടികയോ അല്ലെങ്കിൽ ചുട്ട ഇഷ്ടികകൾ കൂടുതൽ കാണുമ്പോൾ എന്താണ്, അത് നമ്മൾ ചിലപ്പം കാര്യമാക്കില്ല. എന്നാൽ കുറേ ഇത്തരത്തിലുള്ളത് ഉണ്ടെങ്കിൽ എന്താവും, നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കും. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ അതിനെ കുറിച്ചിട്ട് പഠിക്കുകയും അങ്ങനെ കുറേ ആർക്കിയോളജിസ്റ്റുകൾ ഇതിൽ കൂടുതൽ എന്താണ് വ്യഗ്രത പുലർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും കൂടി അത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു അധിവാസ മേഖലയാണ് എന്ത്, ഇൻഡസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഇൻഡസ് സിവിലൈസേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്, പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ പീരീഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ചാൽക്കോളിക് ആൻഡ് ബ്രോൺസ് ഏജ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഏജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചാൽക്കോളിക് ആൻഡ് ബ്രോൺസ് ഏജിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ആദ്യം ശിലായുഗ കാലഘട്ടത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഹിസ്റ്ററി നമുക്ക് കുറച്ചുകൂടി ബാക്കിലോട്ട് പോകാം. എന്താണ് ശിലായുഗ കാലഘട്ടം? മനുഷ്യൻ ഈ ഒരു ആയുധങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ആയുധങ്ങൾ ശിലായുഗ കാലത്ത് എന്തായിരുന്നു, അവ കല്ലുകളായിരുന്നു അല്ലെങ്കിൽ ശിലകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ എന്ത് വിളിക്കുകയാണ്, ശിലായുഗ കാലഘട്ടം എന്ന് വിളിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ ഓരോ കാലഘട്ടത്തും ഇങ്ങനെ കുറച്ചുകൂടി എന്താണ് പറയുന്നു, വികസിച്ച് അവൻ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി മൈക്രോലിത്തിക് ആയിട്ടുള്ള ശിലകൾ കണ്ടെത്തുന്നു. അങ്ങനെ നിയോലിത്തിക് കാലഘട്ടത്തിലേക്ക് മാറുന്നു. നാടോടികളായി അലഞ്ഞിരുന്ന മനുഷ്യന് പിന്നീട് കൃഷികൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കാർഷിക വൃത്തിയിലേക്ക് പോകുന്നു. അവര് വീടുകളായിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് ആവുന്നു. അങ്ങനെ ഒരു സ്ഥിരവാസ കേന്ദ്രങ്ങൾ ആവുന്നു ശിലായുഗ കാലഘട്ടത്തിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്ക് പോകുമ്പോൾ. എന്നിട്ട് അവരെന്താണ്, ഇരുമ്പുകളും സിൽവറുകളും കൂടാതെ തന്നെ ബ്രോൺസുകളൊക്കെ കണ്ടെത്തുന്നുണ്ടാവുന്നത്. അങ്ങനെ ഈ ഒരു പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിൽ അല്ലെങ്കിൽ ഈ ഹാരപ്പ കാലഘട്ടത്തെ എന്താവുകയാണ്, അവരുടെ അല്ലെങ്കിൽ ഈ ഒരു ഹാരപ്പയിലെ ജനങ്ങൾ എന്ത് യൂസ് ചെയ്തിരുന്നു, ബ്രോൺസ്, വെങ്കലം അല്ലെ, വെങ്കലം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. വെങ്കല ശിലകള്, വെങ്കലത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഉപകരണങ്ങള് അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ആര് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ നമ്മുടെ ഇൻഡസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനിലെ ജനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ചാൽക്കോളിക് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പും ശിലയും അല്ലെങ്കിൽ കല്ലും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്, ചാൽക്കോളിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്, അതൊരു പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. എന്തൊക്കെയാണ്, ചാൽക്കോളിക് ഏജും ബ്രോൺസ് ഏജും കൂടിയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു എന്ത്, ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ നാഗരികത. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഓൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പേരായിരുന്നു എന്ത്, ഇൻഡസ് സിവിലൈസേഷൻ. പിന്നീട് ഹാരപ്പയിലാണ് കൂടുതലായിട്ടും ആദ്യമായിട്ട് എവിഡൻസുകൾ കിട്ടിയിട്ടുള്ളത് ഹാരപ്പയിലായിരുന്നു. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, ഹാരപ്പൻ സിവിലൈസേഷൻ. മറ്റൊരു പേരുണ്ട്, എന്താണ്, ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ ഉണ്ട്. പിന്നെ ജോൺ മാർഷൽ ആണ് 1920 ഇത് കണ്ടെത്തുന്നത് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അറിയണ്ടേ എവിടേക്കൊക്കെയാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ സൈറ്റുകൾ എന്ന്. നിങ്ങൾ കാണുന്നുണ്ടോ, ഇതാ ഈ ഒരു പോർഷനിലാണ് പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന അല്ലെ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു വൈഡായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കുറേ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആയിക്കോട്ടെ, മെസപ്പൊട്ടോമിയ ആയിക്കോട്ടെ, ഈ ഒരു സിവിലൈസേഷനിൽ നിന്നും ഏറ്റവും വൈഡായിട്ടുള്ള ഒരു ജനവാസ യോഗ്യമായിട്ടുള്ള സംസ്കാരമായിരുന്നു എന്തുണ്ടായിരുന്നത്, ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗങ്ങളെ നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗത്താണെന്നുള്ളത്. സിന്ധ്, ബലൂചിസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, വെസ്റ്റേൺ യു പി ആൻഡ് നോർത്തേൺ മഹാരാഷ്ട്ര. അപ്പോൾ ഈ ഒരു പ്രദേശത്തൊക്കെയാണ് എന്തുള്ളത്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ആ ഒരു കാലഘട്ടത്ത് പടർന്നിരുന്നത് അല്ലെങ്കിൽ വ്യാപിച്ചിരുന്നത് എന്ന് പറയും അല്ലെ. ആ ഒരു പ്രദേശം വരെ എന്ത് വ്യാപിച്ചിരുന്നു, ആ ഹാരപ്പൻ സിവിലൈസേഷന്റെ ആ നാഗരികതയുടെ ജനങ്ങൾ വ്യാപിച്ചിരുന്നു, അവരുടെ വാസസ്ഥലങ്ങൾ വ്യാപിച്ചിരുന്നു എന്ന് പറയുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എവിടെയാണ് ഇൻഡസ് സിവിലൈസേഷൻ രൂപം കൊണ്ടത്? എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? സിന്ധു നദീതട സംസ്കാരമല്ലേ അല്ലെ. സിന്ധു നദിയുടെ രണ്ടരികിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ വരുന്നത്, മറക്കണ്ട. ഓക്കെ, ഇനി ഈ ഒരു കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഈ ഹാരപ്പയുടെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹാർട്ട് ലാൻഡ് ഓഫ് ദ ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതാണെന്ത്, മോഹൻജദാരോ.
അപ്പൊ എന്താണ്, ഹാരപ്പയിലെ മൊഹൻജദാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമുണ്ട് ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിലെ. ആ ഒരു പ്രദേശമാണ് എന്ത്, ആ പ്രദേശത്തെ ഒന്ന് കുറച്ചും കൂടി വിശേഷിപ്പിക്കുന്ന എന്താണ്, ഹേർട്ട് ലാൻഡ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. കാരണം ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോർ ഫാക്ടേഴ്സ് ഒക്കെ എവിടെ കാണാൻ കഴിയും, ഈ മൊഹൻജദാരോയിലെ ഈ മൊഹൻജദാരോ പ്രദേശത്ത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഹേർട്ട് ലാൻഡ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. എന്താണ്, ഈ ഒരു ഇൻഡസ് സിവിലൈസേഷന്റെ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഹൃദയഭാഗമാണ് അല്ലെങ്കിൽ ഹൃദയമാണ്. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തന സ്ഥലമല്ലേ അല്ലേ, ഒരു അവയവമല്ലേ. അതേപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷനിൽ അവരുടെ ഹൃദയ സ്ഥലം അല്ലെങ്കിൽ ഹൃദയ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മോഹൻജദാരോ. മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി ഈ ഏതൊക്കെയാണ് ഈ ഒരു ഇൻഡസ് സിവിലൈസേഷന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹാരപ്പയുടെ ക്യാപിറ്റൽ നോക്കാം. ഹാരപ്പ ആൻഡ് മോഹൻജദാരോയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താ ക്യാപിറ്റൽ. അപ്പൊ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ, ന്യൂഡൽഹി ആണെന്ന് അറിയാം. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ക്യാപിറ്റൽ സിറ്റീസ് എന്തൊക്കെയാണ്, ഹാരപ്പ ആൻഡ് മോഹൻജദാരോ എന്നാണ്. ഇനി പോർട്ട് സിറ്റീസുകളുണ്ട്. പോർട്ട് സിറ്റീസുകൾ എവിടെ കാണുന്നുണ്ട്, ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പോർട്ട് സിറ്റീസ് എന്ന് പറയുന്നത് തുറമുഖ നഗരങ്ങൾ അല്ലേ. തുറമുഖ നഗരങ്ങളുടെ പ്രത്യേകത എന്താണ്, അവിടെയാണ് വ്യാപാരവും വാണിജ്യവും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുമാനിക്കാം, ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആ കാലത്തെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായിട്ടും ചൈനീസ് സിവിലൈസേഷനുമായിട്ടും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ടൊക്കെ ആർക്ക് ബന്ധമുണ്ടായിരുന്നു, ഹാരപ്പൻ നാഗരികതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. കൂടാതെ തന്നെ എന്തുണ്ട്, അവരുമായി നല്ല വാണിജ്യ വ്യാപാര ബന്ധം ആർക്കുണ്ടായിരുന്നു, ഹാരപ്പയ്ക്ക് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ടിട്ടുള്ള പോർട്ട് സിറ്റികൾ അല്ലെങ്കിൽ എന്താണ് ഈ വാണിജ്യ കേന്ദ്രങ്ങളെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്താണ്, ലോത്താള്, സുൽക്കത്തേജൻ, പിന്നെ അലഹന്ദിനോ, ബൽക്കോട്ട്, കുന്തസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടും ഒരു അഞ്ച് പ്രധാന പോർട്ടുകളാണ് എവിടെ കാണപ്പെടുന്നത്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റീസുകളായിട്ട് കാണപ്പെടുന്നത്. ഈ പോർട്ട് സിറ്റീസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും കുറേ എവിഡൻസുകൾ ആർക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, ഹിസ്റ്റോറിയൻസിനും ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനും കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എങ്ങോട്ട് വ്യാപാരത്തിനായി വന്നിരുന്നു, ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിലെ പോർട്ടുകളിൽ വ്യാപാരത്തിനായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടി നമുക്ക് പറയാം ഹാരപ്പൻ സിവിലൈസേഷനിലെ. ഇനി ഹാരപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഏത് നദിയുടെ തീരത്താണ്, രവി നദിയുടെ തീരത്താണ്. അവ എവിടെയാണ് ഇപ്പോൾ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, പാകിസ്ഥാനിലാണ് കേട്ടോ. ഇപ്പോൾ പാകിസ്ഥാനിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പയുടെ അടുത്തുള്ള നദിയുടെ പേരാണെന്ത്, രവി എന്ന് പറയുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഹെഡ്ലാൻഡ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലേ, മൊഹൻജദാരോ സിന്ധു നദീ തീരത്താണ്, പാകിസ്ഥാനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോത്താള് പാകിസ്ഥാനിലാണ്, സിന്ധ് നദിയുടെ അടുത്താണ്, അവ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കാളിബംഗൽ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഹാരപ്പൻ സൈറ്റ് ആണ് എന്ത്, കാളിബംഗൽ എന്ന് പറയുന്നത്. ഇവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, രാജസ്ഥാനിൽ ഇന്ത്യയിലാണ്. ഇനി ബനാവലി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഹാരപ്പൻ സൈറ്റ് ആണ്, അവ ഹരിയാനയിലാണ്, ഇന്ത്യയിലെ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ധോളവീര അതും ഒരു പ്രധാനപ്പെട്ടിട്ട് സൈറ്റാണ്, അവ ഗുജറാത്തിൽ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹാരപ്പയും മോഹൻജദാരോയും എവിടെയാണ്, പാകിസ്ഥാനിലാണല്ലേ സ്ഥിതി ചെയ്യുന്നത്. ലോത്താളും എവിടെയാണ്, 3 പ്രധാനപ്പെട്ടിട്ടുള്ള ഹാരപ്പൻ സൈറ്റുകളും എവിടെ സ്ഥിതി ചെയ്യുന്നു, നമ്മുടെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. ആ എവിഡൻസുകൾ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവ അത്രയും പ്രധാനപ്പെട്ടതാകുന്നത്, അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അത് പ്രധാനപ്പെട്ടതാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഇത്രയും പ്രധാനപ്പെട്ടതാവാൻ കാരണം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഹാരപ്പയിൽ 6 ഗ്രാനറീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടത്ത് ഈ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാനറീസുകളാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്,
ഈ മറ്റൊരു പ്രത്യേകത ഒന്നും കൂടി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതൊരു എന്താണ് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അർബൻ സെൻറ്റർ ആയിട്ടുള്ള എന്തായിരുന്നു ഒരു നാഗരികതയായിരുന്നു എന്തിനുണ്ടായിരുന്നത്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിൽ കാണാൻ കഴിയും. അപ്പോൾ എന്താണ്, ഒരു അർബൻ സെൻട്രിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നഗരത്തിലേക്ക് ഫുഡുകൾ എത്തിക്കുന്നത് അല്ലെങ്കിൽ ധാന്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ധാന്യങ്ങൾ എത്തിക്കുന്നത് ആ നഗരത്തിൻ്റെ പുറത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്നും എന്ത് കൊണ്ടുവരുന്നു, ധാന്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് എന്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തിൽ സൂക്ഷിക്കുന്നു, ഗ്രാനറീസിൽ അല്ലേ, ഗ്രാനറീസിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹാരപ്പയിൽ കാണുന്ന 2 തട്ടുകളായിട്ട് 7-8ഓളം വരുന്ന മുറികൾ അടങ്ങിയിട്ടുള്ള 6 ഗ്രാനറീസ് എവിടെ കാണാൻ കഴിയും, ഹാരപ്പയിൽ നമ്മൾ കാണാൻ കഴിയും. ഇനി ഹാരപ്പയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു കാര്യമാണെന്ത്, കോപ്പർ സ്കെയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ബ്രോൺസ് അല്ലെങ്കിൽ ഒരു വെങ്കലയുഗ നാഗരികത ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, കോപ്പർ സ്കെയിൽ ഉണ്ടായിരുന്നു. കോപ്പർ കൊണ്ടുള്ള ഒരു സ്കെയിൽ അവിടെ ഉണ്ടായിരുന്നു. ഇനി അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ ഏതൊരു ഹാരപ്പൻ സൈറ്റിലും എന്ത് കണ്ടെത്തിയിട്ടുണ്ട്, ഈ ഒരു മദർ ഗോഡസിൻ്റെ അല്ലെങ്കിൽ എന്താണ് വെർജിൻ മദർ ഗോഡസിൻ്റെ ഒരു ശില്പം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതാണ് ഇതാണ് നമ്മുടെ വെർജിൻ മദർ ഗോഡ്. ഓക്കെ, അപ്പോൾ മോഹൻജദാരോയിലും ഹാരപ്പയിലും കാളിബംഗലിലൊക്കെ എന്ത് കാണാം, ഈ ഒരു വെർജിൻ മദർ ഗോഡ് കാണാം. അപ്പോൾ ഇതിനർത്ഥം എന്താ, അവരുടെ ഒരു വർഷിപ്പ് അല്ലേ, അവരുടെ ഒരു വിഗ്രഹാരാധനയുമായിട്ടും അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായിട്ടൊക്കെ എന്തിന് ബന്ധമുണ്ട്, ഈ ഒരു വെർജിൻ മദർ ഗോഡിന് ബന്ധമുണ്ട്. ഇത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇതെന്താണ്, ഫെർട്ടിലിറ്റിയുടെയും കൃഷിയുടെയും ഒക്കെ അല്ലെങ്കിൽ ഭൂമിയുടെയൊക്കെ ആരാധന അല്ലെങ്കിൽ അതിനൊക്കെയാണ് ആരായിട്ട് ആരാധിക്കുന്നത്, ഈ ഒരു വെർജിൻ മദർ ഗോഡായിട്ട് ആരാധിക്കുന്നതാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഇനി പെയിന്റഡ് പോർട്രേസുകൾ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്, ചായം പൂശിയ പോർട്രേസുകൾ അല്ലേ. ഈ ഒരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എന്തുണ്ടായിരുന്നു, ചട്ടികൾ അല്ലെങ്കിൽ പാത്രങ്ങൾ, പോർട്രേസുകൾ എവിടെ ഉണ്ടായിരുന്നു, ഹാരപ്പയിൽ കാണാൻ കഴിയും. കൂടാതെ തന്നെ എന്താണ്, ചക്രം കൊണ്ട് അവർ എന്തുണ്ടാക്കിയിരുന്നു, പോർട്രേസുകൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ വീല് കൊണ്ടാണ് അവർ പോർട്രേസുകൾ ഉണ്ടാക്കിയിരുന്നത്. കൂടാതെ അവിടെ എന്തായിരുന്നുണ്ട്, ബാർലി, വീറ്റ്, സ്റ്റോൺ സിംബോൾസ് ഓഫ് ലിംഗംസ്. അപ്പോൾ ഇവിടെ മറ്റൊരു കൃഷി, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാണ് ഇവിടെ പറയുന്നത് എന്താണ്, ഹാരപ്പയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാണ് എന്ത്, ബാർലിയും വീറ്റും അല്ലേ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള അവരുടെ വർഷിപ്പുമായിട്ട് അല്ലെങ്കിൽ ആരാധനയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം അല്ലെങ്കിൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ലിംഗം ആൻഡ് യോനി. അപ്പോൾ എന്താണ്, മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ലിംഗത്തെയും ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള യോനിയെയും ആര് കൾട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, നമ്മുടെ ഹാരപ്പൻ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറയാം. ഇനി മോഹൻജദാരോയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഹേർഡ് ലാൻഡ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, മറക്കണ്ട. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ഗ്രാനറീസ് ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ നമ്മൾ പറഞ്ഞു ഹാരപ്പയിൽ 6 ഗ്രാനറീസ് ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ അതിനെക്കാട്ടും 10 മടങ്ങുള്ള ഒന്നായിരുന്നു ഇവിടെ മോഹൻജദാരോയിലുള്ള 6 ഗ്രാനറീസ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്നാണ് മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. എന്താണ് മഹാസ്നാനഘട്ടം ആൻഡ് ഗ്രേറ്റ് ബാത്ത്, അത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് സ്ഥാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഒരു സിറ്റാഡലിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രദേശത്ത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കുളമാണ് എന്ത്, ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ 2 വരിയിലും എന്തുണ്ട്, താഴേക്ക് ഇറങ്ങാനുള്ള പടികളുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ 2 അരിക്കുകളിലും എന്തുണ്ട്, വസ്ത്രം മാറ്റാനുള്ള പുരകളും. കൂടാതെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കിണറുണ്ട്. ആ കിണറിൽ നിന്നാണ് ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നിരുന്നത്, ഈ കുളത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളത്തിൽ നിന്നും അഴുക്ക് വെള്ളം എങ്ങോട്ട് കൊണ്ടുവരുന്നു, അവരുടെ അഴുക്ക് ചാനലിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതി കൂടി ആർക്കുണ്ടായിരുന്നു, ഹാരപ്പൻകാർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് മോഹൻജദാരോയിൽ കണ്ടുവരുന്ന എന്താണ് ഗ്രേറ്റ് ഗ്രാനറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ.
ഇനി മറ്റൊരു പ്രത്യേകത, മൊഹൻജദാരോയിൽ ഗ്രേറ്റ് ബാത്ത് ഉണ്ട്, ഗ്രേറ്റ് ഗ്രാനറീസ് ഉണ്ട്, അസംബ്ലി ഹാൾ ഉണ്ട്, പിന്നെ പശുപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് സ്കൾപ്ചർ അല്ലെങ്കിൽ ശില്പം നമുക്ക് കാണാൻ കഴിയും. എന്താണ് പശുപതി നോക്കാം. പശുപതി ഇതാണ് പശുപതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു സിറ്റാഡലിൽ ഒരു എന്താണ് നമ്മൾ പറയാം ഒരു ഇത്തരത്തിലുള്ള തലയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ തലയും മറ്റ് ഇവിടെ രണ്ട് മാനുകളും ഒക്കെ ആയിട്ട് ഒരു പശുപതി കൾട്ട് ആണ് അവരുടെ ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് ഇന്നത്തെ ശിവന്റെ കൾട്ടുമായിട്ട് വലിയ തരത്തിലുള്ള ബന്ധം എന്തിനുണ്ട്, ഹാരപ്പൻ കൾട്ടുമായിട്ട് ഉണ്ടെന്ന് വയ്ക്കാം. ഇനിയും അവിടെ ന്യൂഡ് വുമൺ ഡാൻസർ ഉണ്ടായിരുന്നു, പിന്നെ പെയിന്റഡ് സീൽ ഉണ്ട്. അവിടെ പെയിന്റഡ് സീൽ ഉണ്ടായിരുന്നു. സീലുകൾ നമുക്കറിയില്ലേ, സീൽ അച്ചടിക്കില്ലേ, അതേപോലെ തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, പെയിന്റഡ് സീൽ ഉണ്ടായിരുന്നു. ക്ലേ ഫിഗർ ഓഫ് മദർ ഗോഡസ്, നമ്മൾ പറഞ്ഞല്ലേ ഈ മദർ ഗോഡസ് നമ്മൾ ഹാരപ്പയിൽ പഠിച്ചു, അതേപോലെ തന്നെ എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ മൊഹൻജദാരോയിലും കാണാൻ കഴിയും. കൂടാതെ തന്നെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് കോട്ടനുകൾ അല്ലെങ്കിൽ കോട്ടൺ കണ്ടുപിടിച്ചത് ഈ ഹാരപ്പൻ സിവിലൈസേഷൻസ് ആണ്. അപ്പോൾ കോട്ടൻ്റെ എന്തുണ്ടായിരുന്നു, അവിടെ കുറച്ച് കാര്യങ്ങൾ കോട്ടൻ്റെ എവിഡൻസുകൾ കാണാൻ കഴിയും. ഇനി ബ്രിക്സുകൾ അല്ലേ, അവിടെ ഇഷ്ടികകൾ ഉണ്ടായിരുന്നു, അവർ എന്താ ബേൺഡ് ബ്രിക്സ് ആയിരുന്നു, എന്താണ് ചുട്ടടുത്ത മൺകട്ടകളായിരുന്നു ആര് യൂസ് ചെയ്തിരുന്നത്, മൊഹൻജദാരോയിലെ ആൾക്കാർ യൂസ് ചെയ്തിരുന്നത്. കൂടാതെ തന്നെ അവിടെ എന്ത് കാണാൻ കഴിയും, മെസപ്പൊട്ടോമിയ സീൽസുകളും എവിടെ കണ്ടിട്ടുണ്ട്, നമ്മുടെ മൊഹൻജദാരോയിൽ കാണുന്നുണ്ട്. കാരണം എന്താ, മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എവിടെ ഇറാൻ ഇറാഖ് പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റൊരു നാഗരികതയാണ് എന്ത്, മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. ആ ഒരു നാഗരികതയുമായിട്ട് ആർക്ക് ബന്ധമുണ്ടായിരുന്നു, ഹാരപ്പൻ നാഗരികതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്ക് ബന്ധമില്ലേ, കൂടാതെ തന്നെ എന്താണ് ആഫ്രിക്കയ്ക്ക് ചിലപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആ കാലഘട്ടത്ത് മെസപ്പൊട്ടോമിയ സിവിലൈസേഷനുമായിട്ട് ആർക്ക് ബന്ധമുണ്ടായിരുന്നു, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷന് ബന്ധമുണ്ടായിരുന്നു. ഇനി മറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ത്, ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. അപ്പോൾ എന്താണ്, മൊഹൻജദാരോയാണ് ഹാരപ്പൻ സിവിലൈസേഷനിലെ ഏറ്റവും വലിയ സിവിലൈസേഷൻ അല്ലേ, ഏറ്റവും വലിയ സൈറ്റ്. അപ്പോൾ എന്താണ്, ഹാരപ്പൻ സിവിലൈസേഷനിലെ ഏറ്റവും വലിയ സൈറ്റാണ് എന്ത്, മൊഹൻജദാരോ. കൂടാതെ തന്നെ അത് എവിടെയാണ്, മൊഹൻജദാരോ പാകിസ്ഥാനിലാണ് അല്ലേ. ഇനി അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹാരപ്പൻ സൈറ്റ് എന്താണ്, രാഖി ഖറി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സൈറ്റാണ് എന്ത്, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ്. എന്നാലേ നമ്മുടെ വേൾഡിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ശരിക്കും ലാർജസ്റ്റ് ആയിട്ടുള്ള സൈറ്റ് എന്ന് നോക്കുമ്പോൾ പാകിസ്ഥാനിൽ മൊഹൻജദാരോയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതാണ് ഡാൻസിങ് ഗേൾ, ന്യൂഡ് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. ഇനി ചാൻഹുദാരോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സിറ്റാഡലാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മൾ പഠിക്കും, എന്നാലും ഒന്നും കൂടി പറയാം. എന്താണ് ഈ ഹാരപ്പൻ സിവിലൈസേഷനിലെ അല്ലെങ്കിൽ നഗരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റാഡൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന സിറ്റാഡൽ എന്തിനുണ്ടാവും, ഈ ഒരു നഗരത്തിനുണ്ടാവും. കൂടാതെ തന്നെ ഒരു താഴ്ന്ന ഒരു നഗരം ഉണ്ടാവും. അപ്പോൾ അതിനെ ലോവർ സിറ്റി എന്നും മറ്റേതെന്താണ് സിറ്റാഡൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിറ്റാഡലും ലോവർ സിറ്റീസും അതിന് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാകുന്നത്, ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റാഡലിനെയും ലോവർ സിറ്റിയെയും എന്തുകൊണ്ട് എന്താണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും, മതിൽ കെട്ടി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ചാൻഹുദാരോ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു ഉയർന്ന സിറ്റാഡലില്ല. ഈ ഒരു ഉയർന്ന സിറ്റാഡലാണ് എന്ത്, വലിയ വലിയ ഗോപുരങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. അത് ചിലപ്പം ആ ഒരു നാട്ടിലെ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നത് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടേതായിരിക്കാം എന്നൊക്കെ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാൻഹുദാരോയുടെ പ്രത്യേകത എന്താണ്, വിത്തൗട്ട് സിറ്റാഡൽ അല്ലേ. അപ്പോൾ സിറ്റാഡൽ ഇല്ലാത്ത ഹാരപ്പൻ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, അത് ചാൻഹുദാരോ ആണ്. ഈ കൂടാതെ തന്നെ എന്താണ് ഇവിടെ മറ്റൊരു പ്രത്യേകത, മെറ്റൽ വർക്കേഴ്സും ഷെൽ ഓർണമെന്റ്സും മേക്കേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മെറ്റലുകൾ കൊണ്ട് അല്ലെ മെറ്റൽ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന ഷെല്ല് കൊണ്ട് ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബീഡ് മേക്കേഴ്സ് എന്താണ് മുത്തുകൾ കൊണ്ടിട്ട് അല്ല ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന മേക്കേഴ്സ് ഉണ്ടായിരുന്നു. ടെറാക്കോട്ട മോഡൽസ് ഓഫ് എ ബുള്ളക്ക് ഹാർട്ട് എന്താണ് കാളയുടെ ഒരു ടെറോക്കോട്ട മോഡൽ എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചാൻഹുദാരോയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ എന്താണ് ഒരു ബ്രോൺസിന്റെ ടോയ് കാർട്ടും ഈ ഒരു ചാൻഹുദാരോ സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ലോത്താളിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ലോത്താൾ എവിടെയാണ്, പാകിസ്ഥാനിലാണ് ലോത്താൾ ഉള്ളത്. ഇവിടെ
പ്രധാനമായും മെറ്റൽ വർക്കേഴ്സ് ആണ് ഉള്ളത്. കൂടാതെ തന്നെ നമ്മൾ ചാൻഹുദാര പറഞ്ഞ പോലെ ഷെൽ ഓർണമെന്റ്സും ലോത്താലിലുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഒരു തീരപ്രദേശമാണ് എന്ത് ലോത്താൾ എന്ന് പറയുന്നില്ല, പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു തോണികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഷിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എവിടെ ഉണ്ടായിരുന്നു? ലോത്താളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി കൂടാതെ തന്നെ ബീഡ് മേക്കേഴ്സ് ഉണ്ടായിരുന്നു, ടെറോക്കോട്ട ആൾക്കാരുണ്ടായിരുന്നു, ടെറോക്കോട്ട കൊണ്ടിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ബറിയൽ സിസ്റ്റത്തിൽ കുറച്ച് പ്രത്യേകതയുണ്ട്, ശവസംസ്കാരത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ മെയിലിനെയും ഫീമെയിലെയും എന്താണ് ഒരു സിംഗിൾ ഗ്രേവിൽ അടക്കം ചെയ്തിട്ടുള്ള ഒരു കാര്യം എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? ലോത്താളിൽ കണ്ടെത്തി. എന്താണ്? ആണിനെയും പെണ്ണിനെയും ഒരേ ശവകുടീരത്തിൽ അടക്കം ചെയ്തിട്ട്, ചിലപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരാവാം, അല്ലെങ്കിൽ അവർ കാമുകന്മാരാവാം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ കേവിൽ എന്ത് ചെയ്യുന്നു? ബറി ചെയ്തിട്ടുള്ള ഒരു മറ്റ് ഹാരപ്പൻ സൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോത്താളിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ ഡൈയിങ് വാട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ പേർഷ്യൻ ഇറാനിയൻ സീലും ബഹ്റൈൻ സീലും കൂടാതെ എന്താണ് പെയിന്റഡ് ജാറും എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? ഈ ഒരു ലോത്താളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പേർഷ്യൻ ഇറാനിയൻ ആൻഡ് ബഹ്റൈൻ സീല് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അവരുടെ ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാന സൈറ്റാണ് കാലിബംഗൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? പ്ലോട്ട് ഫീൽഡ് സർഫസ് ആണ്, ഉഴുതു മറിച്ചിട്ടുള്ള എന്തുണ്ടാകുന്നു? പ്ലോട്ട് ഫീൽഡുകൾ കാണാൻ ഇവിടെ കഴിയും. കൂടാതെ തന്നെ എന്താണ്? ഡെക്കറേറ്റഡ് ബ്രിക്സ് ആണ്. മറ്റ് ഹാരപ്പൻ സൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്? ബ്രിക്സുകൾ അല്ലെങ്കിൽ എന്താണ് ഇഷ്ടിക കട്ടകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ എന്താണ്? ഇവിടെ മെസപ്പൊട്ടോമിയൻ സീൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? മെസപ്പൊട്ടോമിയൻ സീല് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് എന്ത്? ധോളവീര എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രെയിനേജ് സിസ്റ്റമാണ്. അത് ഞാൻ കുറച്ചുകൂടി നമ്മൾ എന്ത് പറഞ്ഞു? നാഗരികതയെ കുറിച്ച് പറഞ്ഞു, നഗരത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ നഗരത്തിന്റെ പ്രത്യേകത എന്തുണ്ടായിരുന്നു? ഒരു സിറ്റാഡലുണ്ട്. ഈ സിറ്റാഡലിൽ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഈ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ഒരു ലോവർ സിറ്റി ഉണ്ട് അല്ലേ? അതാണ് ലോവർ സിറ്റി. ഈ ലോവർ സിറ്റി ഉണ്ട്, അവിടെയും എന്തുണ്ട്? കുറേ ബിൽഡിങ്ങുകൾ, വാസസ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഡ്രെയിനേജ് സിസ്റ്റം നമുക്കറിയില്ല, അഴുക്കുചാൽ നിർമ്മാണം അല്ലെങ്കിൽ അഴുക്കുചാൽ സമ്പ്രദായമൊക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ അഴുക്കുചാലുണ്ട്, എന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എവിടെ ഉണ്ടായിരുന്നു? ഹാരപ്പൻ സംസ്കാരത്തിനുണ്ടായിരുന്നു. അവരുടെ അഴുക്കുചാലുകൾ എന്തായിരുന്നു? കട്ട പതിച്ചിട്ടായിരുന്നു. എന്താണ്? ബറി ചെയ്തിട്ടുള്ള ഇഷ്ടിക കട്ടകൾ പതിച്ചിട്ടുള്ളതായിരുന്നു എന്ത്? ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ അവരുടെ ബാത്റൂമുമായിട്ട് എന്ത് അറ്റാച്ച് ചെയ്തിരുന്നു? ഈ ഒരു അഴുക്കുചാൽ അറ്റാച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ ബാത്റൂമിൽ നിന്നും അഴുക്ക് വെള്ളം ഒലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവ പുറന്തള്ളുന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ വീടുകൾ ഉണ്ടാകും, അവിടെയൊക്കെ എന്തുണ്ട്? എന്താണ്? കുളിമുറികൾ ഉണ്ടാവും അല്ലെങ്കിൽ ബാത്റൂമുകൾ ഉണ്ടാവും. അവരുടെ ആ ഒരു അഴുക്ക് വെള്ളം എന്താണ്? കോമൺ ആയിട്ടുള്ള അഴുക്കുചാലുമായിട്ട് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഡ്രെയിനേജുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു കോമൺ അഴുക്കുചാലിൽ നിന്നും അവ സമുദ്രത്തിലേക്കോ മറ്റെവിടേക്കോ അവർ ഡംപ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അഴുക്കുചാൽ നിർമ്മാണം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ഹാരപ്പയിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഒരു ധോളവീരയിൽ വരുന്നതാണ് ഗെയിൻ വാട്ടർ റിസർവേഷൻ, ലാർജ് വെൽ ആൻഡ് ബാത്ത്. അവിടെ എന്തുണ്ട്? ഒരു വലിയ ജലസംഭരണികൾ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ എന്താണ്? ഇവിടെ നിന്നാണ്, ഈ ലോത്താളിൽ നിന്നാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? ലാർജസ്റ്റ് ഹാരപ്പൻ ഇൻസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഹാരപ്പയ്ക്ക് ഒരു എന്തുണ്ടായിരുന്നു? ഈ ഒരു സിവിലൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ സിവിലൈസേഷനും എഴുത്തുവിദ്യ അറിയുന്നുണ്ടാവും. അതേപോലെ തന്നെ ഹാരപ്പയ്ക്ക് ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, എഴുത്തുവിദ്യ ഉണ്ട്. എന്നാൽ ഇതുവരെ ഹാരപ്പൻ എഴുത്തുവിദ്യ ആരും വായിച്ചെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലോത്താളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ എന്താണ്? ഇവിടെ ബോൺസ് ഓഫ് ഹോഴ്സിൻ്റെയും കൂടാതെ ഓവൽ ഗ്രേവും പോട്ട് ബറിയൽസും കാണുന്നുണ്ട്. അപ്പോൾ ബോൺസ് ഓഫ് ഹോഴ്സ് അല്ലേ, കുതിരകളുടെ എന്ത് കാണുന്നുണ്ട്? എല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ എന്താണ്? ഓവൽ ഗ്രേവുകളും പോട്ട് ബറിയൽസും കാണുന്നുണ്ട്. ഇപ്പോൾ പോട്ട് ബറിയൽസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ
എന്താണ് ഒരു ചെറിയ അല്ലെങ്കിൽ കുടത്തിലോ അല്ലെങ്കിൽ വലിയ ഭരണികളിലോ ഒക്കെ ആൾക്കാരെ അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യുക ബറി ചെയ്യുന്ന സംസ്കരിക്കുന്ന രീതിയാണ് എന്ത് പോട്ട് ബെറിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മറ്റു സൈറ്റുകളിൽ നിന്നും ഡിഫിക്കൽട്ടായിട്ട് എവിടെ കാണാം? ധോളവീരയിൽ കാണാം. ഇനി സിറ്റീസിൻ്റെ ഏറ്റവും കോമൺ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞതാണ്, ഒന്നും കൂടി പറയാം. എന്താണ്? സിസ്റ്റമാറ്റിക് ടൗൺ പ്ലാനിങ് ഉണ്ട്, ഗ്രിഡ് സിസ്റ്റം ആണ് ഉള്ളത്. ഈ ടൗണിൽ എല്ലാവരും ഒരു തെരുവ് വീതി ഉണ്ടാവും. ഈ തെരുവ് വീതിയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും എന്തുണ്ടാവും? വീടുകളുണ്ടാവും. അപ്പോൾ വീടുകൾ എന്താണ്? മുഖാമുഖം കണ്ട് അങ്ങനെ അത്തരത്തിലായിരിക്കും. കൂടാതെ തന്നെ എന്താണ് വഴികളൊക്കെ എന്താണ് 90 ഡിഗ്രി സെൽഷ്യസിലാവും എന്തുണ്ടാവുക? അവരുടെ വളവുകൾ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ റോഡ് സിസ്റ്റവും അന്ന് എന്താണ് വഴികളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇനി ഇവിടെ ബ്രിക്സുകൾ എന്താണോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എന്താണ് അവിടെ ചുട്ടെടുത്ത ഇഷ്ടികകളാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ ഉണ്ടായിരുന്നത്? ഈ സിറ്റാഡലുകൾ ഉണ്ടായിരുന്നു. ഈ സിറ്റാഡലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവിടെയാണ് എലൈറ്റ് ക്ലാസ്സുകൾ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത്. ഏതൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഉത്സവമോ അല്ലെങ്കിൽ ആ ഒരു കാലത്ത് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ എവിടെയാണ് അത് നടക്കുക? സിറ്റാഡലിലാവും അത് കാണപ്പെടുക. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വിളകൾ എന്തൊക്കെയായിരുന്നു? വീറ്റ് ആൻഡ് ബാർലി ആണ്. കൂടാതെ തന്നെ അവർ ആനിമൽ ഹസ്ബൻഡറിയിൽ നിന്നിരുന്നു, അല്ലെങ്കിൽ കന്നുകാലികളെ എന്ത് ചെയ്തിരുന്നു? വളർത്തിയിരുന്നു. ഷീപ്പ് ആയിക്കോട്ടെ, ഗോട്ടായിക്കോട്ടെ, പിന്നെ എന്താണ് ബഫല്ലോ ഉണ്ട്, ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, പിഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എലിഫൻസുകളെയും കാമൽസുകളെയും കൂടാതെ തന്നെ ആമകളെയൊക്കെ ആര് വളർത്തിയിരുന്നു? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിലെ ജനങ്ങൾ വളർത്തിയിരുന്നു എന്ന് പറയുന്നു. കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞു എന്ത് ഫോറിൻ ട്രേഡ് ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്ത്. അവരുടെ സമകാലികരായിരുന്നു എന്താണ്? ചൈന, സുമേറിയ, ഈജിപ്തൊക്കെ. അപ്പോൾ ഇവിടെ നിന്നും ലാപ്പിസ് ലസൂരി പോലുള്ള രത്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ ശംഖ് പോലുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? കൈമാറ്റം ചെയ്തിരുന്നു. ഇനി ആ കൈമാറ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഇനി ഇവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഗോൾഡ്, സിൽവർ, കോപ്പർ, ടിന്ന്, ലാപ്പിസ് ലസൂരി ആൻഡ് സഫിയ, ജാഡ്, സ്റ്റീല്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ നിന്നും എങ്ങോട്ട് കൊണ്ടുപോയെന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ള സിവിലൈസേഷനിൽ അല്ലെങ്കിൽ ഈജിപ്തിലേക്കും മെസപ്പൊട്ടോമിയയിലേക്കും പിന്നെ എന്താണ് ചൈനയിലേക്കൊക്കെ എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ലാപ്പിസ് ലസൂരി, സിൽവർ, ഗോൾഡ് അതൊക്കെ എന്ത് ചെയ്തിരുന്നു? എക്സ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്തിരുന്നു ആണ് പറഞ്ഞത്. ഇനി എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, കോട്ടൺ ഗുഡ്സ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നത് അല്ലേ. ഇമ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? ഒന്നും കൂടി പറയാം. എന്താണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്? ഗോൾഡ്, സിൽവർ, കോപ്പർ, ടിന്ന്, ലാപ്പിസ് ലസൂരി. ലാപ്പിസ് ലസൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള രത്നമാണ് അല്ലേ ലാപ്പിസ് ലസൂരി എന്ന് പറയുന്നത്. ഇനി എക്സ്പോർട്ട് എന്താ ചെയ്തിരുന്നത്? കോട്ടൺ ഗുഡ്സ്, ടെറാക്കോട്ട ഫിഗേഴ്സ്, പോട്രീസുകൾ, കൂടാതെ ബീഡ്സുകൾ അല്ലേ, മുത്തുകൾ, കോഞ്ച് ഷെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശംഖാണ് കോഞ്ച് ഷെൽസ്. പിന്നെ ഐവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രത്നങ്ങളാണ്. പിന്നെ കോപ്പർ, ഇവയൊക്കെ എന്ത് ചെയ്തിരുന്നു? മറ്റ് നാടുകളിലേക്ക്, ചൈനയിലേക്കും ഈജിപ്തിലേക്കൊക്കെ ആര് എക്സ്പോർട്ട് ചെയ്തിരുന്നു? ഈ ഹാരപ്പയിലെ അല്ലെങ്കിൽ ഹാരപ്പൻ ജനങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നു. സുമേറിയൻ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മെസപ്പൊട്ടോമിയൻ ടെക്സ്റ്റിൽ ഈ ഹാരപ്പൻസിലെ മെലൂഹ എന്നാണ് എന്ത് ചെയ്തിരുന്നത്? മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്താണ്? മെലൂഹ എന്ന് അവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ എന്താണ് ഈ ഒരു ഇൻഡസ് റീജിയനിലെ ആൾക്കാരെയാണ് മെലൂഹ എന്ന് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഹാരപ്പൻ സീൽസുകൾ മെസപ്പൊട്ടോമിയയുടെ പല ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയിൽ ഹാരപ്പൻ സീൽസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലോത്താൾ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രദേശം നമ്മൾ പറഞ്ഞു അതെന്താണ്? ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കോസ്റ്റേരിയയാണ്. ആ കോസ്റ്റേരിയയിലാണ് എന്ത്? പോർട്ടാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു ഇൻഡസ് സിവിലൈസേഷനിലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു അർബൻ ക്യാരക്ടറാണ്. അപ്പോൾ ലോത്താളിലാണ് കുറച്ചുകൂടി എന്താണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അർബൻ സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം നിലനിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ എന്താണ് ഇവിടെ
There is no clear-cut evidence of the nature of polity, but it seems that ruling authority of Indus civilization was class of merchants എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഹാരപ്പയിൽ എന്താണ് അവിടുത്തെ രാഷ്ട്രീയ കാര്യം, അല്ലെങ്കിൽ അവിടെ രാജഭരണമായിരുന്നോ കേന്ദ്രഭരണമായിരുന്നോ ഒന്നും നമുക്കറിയില്ല. അതിനെ പറ്റിയുള്ള ക്ലിയർ എവിഡൻസും ഒന്നുമില്ല. എന്നാലും ഇത്തരത്തിൽ ഒരു എന്താണ് ഗ്രേവറിയും കൂടാതെ തന്നെ ഗ്രാനറിയും ഗ്രേറ്റ് ബാത്തും കൂടാതെ എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഴുക്കശാല നിർമ്മാണമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഒരു മെർച്ചന്റ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ തന്നെ അവിടുത്തെ വിശ്വാസത്തെയാണ് പറയുന്നത് മദർ ഗോഡസും കൂടാതെ തന്നെ എന്താണ് യോനിയെയും ലിംഗത്തെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും എന്താണ് അവർ നാച്ചുറൽ ഫോഴ്സസിനെയും കൂടാതെ തന്നെ എന്താണ് മനുഷ്യന്മാരെയും ഫെർട്ടിലിറ്റിയെയും എല്ലാത്തിനെയും അവരെന്ത് ചെയ്യുന്നു, വർഷിപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പശുപതി മഹാദേവ എന്ന് പറയുന്നത് ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ഹാരപ്പയിലെ പല സൈറ്റിൽ നിന്നും കാണാൻ കഴിയും. ഇതിൻ്റെ പേരാണെന്ത്, പശുപതി മഹാദേവ എന്ന് പറയുന്നത്. ഈ ഒരു ഈ സ്ട്രക്ചറിൻ്റെ എന്താണ് സറൗണ്ടിൽ അല്ലെങ്കിൽ ചുറ്റും എന്താണ് 4 ആനിമൽസുകൾ നിലനിൽക്കുന്നു. അവയാണ് എലിഫന്റ്, ടൈഗർ, ബഫല്ലോ ഒക്കെ. അപ്പോൾ ഇതും കൂടാതെ തന്നെ എന്താണ് കൂടാതെ 2 ഡീറും ഇവിടെ ഫീറ്റിൽ അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ കാണും. അപ്പോൾ ഇത് ആനിമൽ വർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. ആനിമൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ആരാധിക്കുന്ന രീതി എവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാം, ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായെന്ന് മനസ്സിലാക്കാം. ഈ പശുപതി മഹാദേവ ഇന്നത്തെ ശിവന്റെ കൾട്ടുമായിട്ട് എവിടെ ബന്ധമുണ്ടായിരുന്നു, ഇന്നത്തെ ശിവന്റെ കൾട്ടുമായിട്ട് ബന്ധമുണ്ടായെന്ന് പറയുന്നു. കൂടാതെ തന്നെ ആദ്യമായിട്ടും സ്വസ്തിക സിമ്പിൾ കണ്ടുവെട്ടിയത് ആരാണ്, ഹാരപ്പൻസ് ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ചിഹ്നം നമ്മൾ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് എന്താണ് സ്വസ്തിക സിമ്പിൾ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടുള്ളത് എവിടെയായിരുന്നു, ഹാരപ്പയിലായിരുന്നു. കൂടാതെ ഹാരപ്പൻ റൈറ്റുകൾ അല്ലെങ്കിൽ ഹാരപ്പൻസ് എങ്ങനെയാണ് എഴുതിയിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ ആയിരുന്നു ആര് എഴുതിയിരുന്നത്, ഹാരപ്പൻസ് എഴുതിയിരുന്നത്. ഇനി ഋഗ്വേദൻസിൽ അല്ലെങ്കിൽ വേദ കാലഘട്ടത്തിൽ കുറച്ച് എവിഡൻസുകൾ ഹാരപ്പയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഋഗ്വേദയിൽ ഹരിയുംപിയ അല്ലെങ്കിൽ ഹാരുംപിയ എന്ന് പറഞ്ഞിട്ടുള്ള ഋഗ്വേദയിൽ ഒരു ഹാരുംപിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശമുണ്ട്. അത് ഹാരപ്പ ആണെന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. കൂടാതെ തന്നെ ഹിസ്റ്റോറിയൻസ് ഇതിനെ എന്താണ് വിശ്വസിക്കുന്നത്, ഈ ഒരു സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ ഒരു ദ്രവീഡിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ദ്രാവിഡ സിവിലൈസേഷൻ ആയിട്ടാണ് ആരെ കാണുന്നത്, ഹാരപ്പൻസിനെ കാണുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഹാരപ്പയുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടെന്ന് ഞാൻ കുറേ വട്ടം പറഞ്ഞതാണ്, ഒന്നും കൂടി പറയാം. മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ചൈന കണ്ടംപററിയൻസ് ആയിട്ടുള്ള ഈ സിവിലൈസേഷനുമായിട്ട് ആർക്ക് ബന്ധമുണ്ട്, ഹാരപ്പയ്ക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എന്താണ് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസറും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഹാരപ്പയുടെ ഉത്ഭവമൊക്കെ പഠിച്ചു, എന്നാൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പതനം കൂടി നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലാസ് ഇനി അടുത്ത ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഹാരപ്പയുടെ പതനം അല്ലെങ്കിൽ ഡിക്ലൈൻ ഓഫ് ഹാരപ്പനെ കുറിച്ചിട്ട് കുറേ തിയറികളുണ്ട്. ഹിസ്റ്റോറിയൻസ് അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ചില ഹിസ്റ്റോറിയൻസ് പറയുന്നു സിന്ധു നദിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിഗാഠമായിട്ടുള്ള പ്രളയമാണ് എന്തിന് കാരണം, ഹാരപ്പയുടെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നുണ്ട്. മറ്റ് ഹിസ്റ്റോറിയൻസ് പറയുന്നു അതെന്താണ്, ഈ ഒരു സിന്ധു നദിയിലെ വരൾച്ചയാണെന്ന് പറയുന്നു. ചിലവർ പറയുന്നുണ്ട് ആര്യന്മാരുടെ ആക്രമണമാണെന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് എന്താണ്, നദി കരകവിഞ്ഞൊഴുകുകയോ അല്ലെങ്കിൽ നദിയുടെ ഗതി മാറിയതും ആണെന്ന്. ചിലർ പറയുന്നത് എന്താണ്, വലിയ തരത്തിലുള്ള വരൾച്ച വരികയും വരൾച്ചയിൽ ആർക്ക് നിൽക്കാൻ കഴിയില്ല, ഹാരപ്പൻസിന് നിൽക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്യണം, അവർ വേറെ നാടുകളിലേക്ക് പലായനം ചെയ്യുകയും അവരുടെ സിറ്റി അവിടെ തന്നെ അവർ ഇടുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അസംഷൻസുകൾ എന്തുണ്ട് ഹാരപ്പൻ്റെ ഡിക്ലൈനെ കുറിച്ചുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ ഹാരപ്പൻ ഡിക്ലൈനെ കുറിച്ചിട്ട്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. The Indus Valley Civilization
കാറ്റലൈസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്വഭാവം? എന്ത് സ്വഭാവമാണ്? കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി ആൻഡ് സെൻട്രലൈസ്ഡ് അർബൻ ലൈഫ്. അപ്പോൾ ഇതിലേതാണ്? അതൊരു അർബൻ ലൈഫാണ് അല്ലേ? നാഗരിക സ്വഭാവമല്ലേ എന്തിനുണ്ടായിരുന്നത് നമ്മുടെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഉള്ളത്. ഓക്കെ, ഇനി was a important creation of India of Indus Valley civilization. ആരുടെ ഇഡോളാണ് അല്ലെങ്കിൽ ആരുടെ വിഗ്രഹമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നടരാജ ആൻഡ് ഡാൻസർ സ്റ്റാച്ചു. അപ്പോൾ ഡാൻസർ സ്റ്റാച്ചു അല്ലേ, നമ്മൾ പിക്ചറൊക്കെ കാണിച്ചില്ലായിരുന്നോ ഡാൻസിങ് ഗേളുടെ? ഓക്കെ, ഇനി ഹാരപ്പ സിവിലൈസേഷൻ ഹാഡ് ട്രേഡ് റിലേഷൻ വിത്ത് വിച്ച് കൺട്രീസ്? ഏതൊക്കെ കൺട്രീസുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു? ചൈന, ഈജിപ്ത്, മെസപ്പൊട്ടോമിയ അല്ലേ? ഓക്കെ, ഇനി who was the first person to discover the sites of Harappan civilization? ആരായിരുന്നു ആദ്യമായിട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ ആ സൈറ്റ് ഡിസ്കവർ ചെയ്തത്? കൂടാതെ തന്നെ എങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷന് ആരാണ് പേര് നൽകിയത്? ജോൺ മാർഷൽ അല്ലേ? ജോൺ മാർഷൽ ആരായിരുന്നു? ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ മാർഷൽ അല്ലേ? ഓക്കെ, ഇനി ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ എന്താണ്? ഈ ഒരു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സൈറ്റ് എന്താണ്? ഏതാണ്? നിങ്ങൾ ആലോചിച്ച് പറയൂ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അല്ലേ? മൊഹൻജദാരോ അല്ലേ? മൊഹൻജദാരോയിലാണ് ഗ്രേറ്റ് ഗ്രാനറീസും ഗ്രേറ്റ് ബാത്തും കൂടാതെ തന്നെ എന്താണ് വലിയ തരത്തിലുള്ള ഒരു ഹാളൊക്കെ കണ്ടെത്തിയിട്ട്, അതുകൊണ്ട് തന്നെ മൊഹൻജദാരോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുറേ പോയിന്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് മൊത്തം എന്താണ്? പോയിന്റ്സുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്